ഹായ് ഫ്രണ്ട്സ്, ജെന്നീസ് വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് തിരുവാതിരപ്പുഴുക്കാണ്. നല്ല ടേസ്റ്റിയുമാണ്, ഏത് സമയത്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ തൊട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാൻ കടലയും വൻപയറും ചെറുപയറും ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണിൽ താഴെ നമുക്ക് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് ഇതൊന്ന് വേകാൻ വേണ്ടി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഈ കടലയൊക്കെ വേകുന്ന സമയം കൊണ്ട് പുഴുക്കിന് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചേനയാണ് ആദ്യമേ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കൂർക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചീമച്ചേമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കായ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് മധുരക്കിഴങ്ങ് വേണേൽ എടുക്കാം. ഞാനിവിടെ അതിന് പകരമായിട്ട് കപ്പയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വെള്ളക്കാച്ചിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ കടലയും പയറും ഒക്കെ വെന്തിട്ടുണ്ട്. ഇത് വാങ്ങി വെക്കാം. ഇതേ അടുപ്പിലേക്ക് നമുക്കിനി ഈ കപ്പയും കാച്ചിലും ഒക്കെ ഇട്ടിരിക്കുന്നത് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ അരമുറി തേങ്ങായും ചെറിയ ഉള്ളിയും കാന്താരിയുമാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല മയത്തിലൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അത് ഇപ്പോൾ ഒന്ന് വേവായിട്ടുണ്ട്. നമ്മൾ ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, ഊറ്റിയെടുക്കുന്നില്ല. നമ്മൾ ആ വെള്ളത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അത് 1/4 ഭാഗവും വെന്ത് കഴിയുമ്പം അതിലേക്ക് നമ്മൾ ആദ്യമേ വേവിച്ച് വെച്ചിരിക്കുന്ന പയർവർഗ്ഗങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയോടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വേകാൻ വേണ്ടി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ചെറുതീയിൽ അരപ്പും എല്ലാം കൂടെ ഒന്ന് വേകാൻ വേണ്ടി നമുക്ക് ഒരു 5 മിനിറ്റ് നേരം വെക്കാം. അതിനുശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കാം. തിരുവാതിരപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്